എനിക്ക് എൻ്റേതായ കുറവുകളുണ്ട്. ഐ ഹാവ് മൈ ഓൺ ഷോർട്ട് കമ്മിങ്സ്. ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ കുറവുകൾ. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഇനിയും മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ കുറവുള്ളവനാണ്, എനിക്ക് എൻ്റേതായ കുറവുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഐ ഹാവ് മൈ ഓൺ ഷോർട്ട് കമ്മിങ്സ്. ഈ കുറ്റങ്ങളും കുറവുകളും എന്ന് പറയാനായിട്ട് വേറെയും ഒരു കൊച്ചു വാക്കുണ്ട്, ഫ്ലോസ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, FLAWS, ഫ്ലോസ്. അപ്പൊ ഞാൻ അവന്റെ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒന്നും കണക്കാക്കാറില്ല, ഞാനത് അവഗണിക്കാറാണുള്ളത് എന്നിങ്ങനെ പറയും. ഐ ജസ്റ്റ് ഇഗ്നോർ ഹിസ് മൈനർ ഫ്ലോസ്. ചെറിയ കുറ്റങ്ങളും കുറവുകളും, മൈനർ ഫ്ലോസ്, ഞാൻ ജസ്റ്റ് അവഗണിക്കും. ഐ ജസ്റ്റ് ഇഗ്നോർ ഹിസ് മൈനർ ഫ്ലോസ്. ഓക്കെ, അതിന് കാരണം എന്താണെന്നറിയാമോ? ഏത് കാര്യം ചെയ്യാനും അവന് അവൻ്റേതായ രീതിയുണ്ട്. ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് ഡൂയിങ് തിങ്സ്. വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന രീതി. ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് ഡൂയിങ് തിങ്സ്. നമുക്കെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള രീതികളൊക്കെ കാണും, അത് സ്വാഭാവികമാണ്. എന്നാൽ ചിലരുടെ രീതികളുണ്ടല്ലോ, കുറച്ച് കൂടുതൽ പ്രത്യേകതയുള്ളതാവാം. ഉദാഹരണത്തിന്, ആൾ വർത്തമാനം പറയുമ്പോഴൊക്കെ വിരലില് ഞൊട്ടയിട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ പറയും, എനിക്ക് അവളുടെ ചെറിയ വട്ടുതരങ്ങൾ ഇഷ്ടമാണ്. ഐ ലവ് ഹെർ ലിറ്റിൽ ഇഡിയോസിൻക്രസീസ്. ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ ഒരാളിൽ കാണുന്ന വളരെ വ്യത്യസ്തമായ പെരുമാറ്റം. അപ്പൊ അവളുടെ ഇങ്ങനെയുള്ള ചെറിയ വട്ടുതരങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഐ ലവ് ഹെർ ലിറ്റിൽ ഇഡിയോസിൻക്രസീസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അവളെ പറ്റി കുറേ നേരമായിട്ട് സംസാരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പം വിഷയം മാറ്റാനായിട്ട് നമ്മൾ പറയത്തില്ലേ, നമുക്ക് അവളുടെ കാര്യം വിടാം, ലെറ്റ്സ് ലീവ് ഹെർ അസൈഡ്. അതായത് ഇനി മറ്റെന്തെങ്കിലും പറയാം, നമുക്ക് അവളുടെ കാര്യം വിടാം, ലെറ്റ്സ് ലീവ് ഹെർ അസൈഡ്. നമുക്ക് നമ്മുടേതായ വെല്ലുവിളികളുണ്ട്. വി ഹാവ് അവർ ഓൺ ചലഞ്ചസ്. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ. വി ഹാവ് അവർ ഓൺ ചലഞ്ചസ്. നമ്മൾ വിട്ടുകൊടുക്കില്ല. വി വിൽ നോട്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ്, ശ്രമം ഉപേക്ഷിക്കുന്നതിനാണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രമം ഉപേക്ഷിക്കില്ല, വിട്ടുകൊടുക്കത്തില്ല. വി വിൽ നോട്ട് ഗിവ് അപ്പ്. നമ്മൾ അതിനെ മറികടക്കും. വി വിൽ ഓവർകം ഇറ്റ്. ഓവർകം എന്ന് പറഞ്ഞാൽ മറികടക്കുക. നമ്മൾ അതിനെ മറികടക്കും. വി വിൽ ഓവർകം ഇറ്റ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് കണ്ട ഈ സെന്റൻസസ് ഒന്നുകൂടെ നോക്കിയാലോ. എനിക്ക് എൻ്റെതായ കുറവുകളുണ്ട്. ഐ ഹാവ് മൈ ഓൺ ഷോർട്ട് കമ്മിങ്സ്. ഞാൻ അവൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അങ്ങ് അവഗണിക്കും. ഐ ജസ്റ്റ് ഇഗ്നോർ ഹിസ് മൈനർ ഫ്ലോസ്. ഏത് കാര്യം ചെയ്യാനും അവൻ അവൻ്റേതായ രീതിയുണ്ട്. ഹി ഹാസ് ഹിസ് ഓൺ വേ ഓഫ് ഡൂയിങ് തിങ്സ്. എനിക്ക് അവളുടെ ചെറിയ വട്ടുതരങ്ങൾ വളരെ ഇഷ്ടമാണ്. ഐ ലവ് ഹെർ ലിറ്റിൽ ഇഡിയോസിൻക്രസീസ്. നമുക്ക് അവളുടെ കാര്യം വിടാം, ലെറ്റ്സ് ലീവ് ഹെർ അസൈഡ്. നമുക്ക് നമ്മുടേതായ വെല്ലുവിളികളുണ്ട്. വി ഹാവ് അവർ ഓൺ ചലഞ്ചസ്. നമ്മൾ വിട്ടുകൊടുക്കില്ല. വി വിൽ നോട്ട് ഗിവ് അപ്പ്. നമ്മൾ അതിനെ മറികടക്കും. വി വിൽ ഓവർകം ഇറ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെയെങ്കിൽ, ഞാൻ റൂത്ത് ജോൺസൺ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആക്ടിവിറ്റി നമ്പർ 1. ഇന്ന് നിങ്ങൾ പഠിച്ച പുതിയ വാക്കുകളൊന്ന് എഴുതി വെക്കുക. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്കുകളാണ്. ഇങ്ങനെ എഴുതി വെച്ചാൽ എന്താ പ്രയോജനം എന്നറിയാമോ? നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ വാക്കുകൾ ഓർമ്മിക്കാനും ഉപയോഗിക്കാനും അത് നിങ്ങളെ സഹായിക്കും. അതുപോലെ അവയൊന്ന് കമൻറ്റിൽ വിടണേ. ആക്ടിവിറ്റി നമ്പർ 2. ഞാൻ എൻ്റെ വെല്ലുവിളികളെ മറികടക്കും എന്നെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുക? അതും ഒന്ന് കമൻറ്റിലിടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സീ യു സൂൺ.